ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ഇറ്റ്സ് നിർമ്മൽ ഫ്രം യൂട്യൂബ് ചാനലല്ല. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ വെറൈറ്റിയാണ്. നമ്മളിന്ന് കുറച്ച് പ്രേതകഥകളെ റേറ്റ് ചെയ്യാൻ പോവാണ്. അതായത് കുറച്ച് ചെറിയ പ്രേതകഥകളുടെ റേറ്റിംഗ് നോക്കാൻ പോവാണ്. അത് എത്രത്തോളം ഹൊററാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതെനിക്ക് ആർട്ടിക്കിളിൽ നിന്ന് കിട്ടിയ കഥകളാണ്. അപ്പോൾ ഇത് എഴുതിയ ആൾ പറയുന്നത് ഈ കഥകളാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പ്രേതകഥകളാണ്. നമുക്ക് റേറ്റിംഗ് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമുക്ക് കഥ വായിച്ചു തുടങ്ങാം. നമുക്ക് കഥ റേറ്റ് ചെയ്യാം. ഇത് എത്രത്തോളം ഹൊററാണ്, എത്രത്തോളം പേടിപ്പെടുത്തുന്ന കഥയിലുണ്ടെന്ന് നമുക്ക് റേറ്റിംഗ് നോക്കാം. എൻ്റെ ഫോണുണ്ട്, നമുക്ക് ആ കഥ ഇത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, അപ്പോൾ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം നിങ്ങൾക്ക് മലയാളത്തിൽ. ഫസ്റ്റ് സ്റ്റോറി. ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ കൊല്ലുന്നു. അതേസമയം അവരുടെ 5 വയസ്സുള്ള മകൻ അവരുടെ മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്നു. ഈ കൃത്യം നടന്നതിന് ശേഷം ഒരു 3 ദിവസം കഴിഞ്ഞ് ഈ കുട്ടി ഒരു അച്ഛൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ഈ കുട്ടി അമ്മയെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല, അച്ഛൻ്റെ അടുത്ത് അന്വേഷിക്കുന്ന പോലുമില്ല അമ്മ എവിടെ നിന്നു. അങ്ങനെ അച്ഛൻ മകനോട് ചോദിക്കുന്നു, മകൻ നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? അപ്പോൾ ഈ കുട്ടി പറയുന്നു, അച്ഛാ, എന്തുകൊണ്ടാണ് അമ്മ എപ്പോഴും അച്ഛൻ്റെ പുറകെ തന്നെ നിൽക്കുന്നതെന്ന്. നല്ല ഹൊററായിട്ടുണ്ട്. എന്തായാലും ആ ഒരു ഫാദറായിട്ടുള്ള ക്യാരക്ടറിന് ഈ ഒരു റിവെഞ്ചിൻ്റെ ആവശ്യം നല്ലപോലെ ഉണ്ട്. കാരണം പുള്ളി ആ ഒരു കൃത്യം ചെയ്തുകൊണ്ട് തന്നെ. അതുകൊണ്ട് നമുക്ക് കഥയ്ക്കൊരു റേറ്റിംഗ് നമുക്ക് 10 റേറ്റിംഗ് കൊടുക്കാം. 10 ഇതിനൊരു 9 കൊടുക്കാം. കാരണം എനിക്ക് അത്ര അങ്ങോട്ടൊരു ഹൊറർ ഫീൽ കിട്ടില്ല. കാരണം ഇതിനകത്ത് ഇച്ചിരി ഹൊറർ കിട്ടിയില്ല. നമുക്ക് സെക്കൻഡ് സ്റ്റോറി റേറ്റ് ചെയ്യാം. സെക്കൻഡ് സ്റ്റോറി എന്ന് പറയുന്നത് ഞാൻ മലയാളത്തിൽ വായിച്ചു വരുവാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ എഴുന്നേറ്റത് രാവിലെ ഒരു തട്ട് കേട്ടിട്ടാണ്. അതായത് ഗ്ലാസ്സിലൊരു തട്ട് കേട്ടിട്ടാണ്. ആദ്യം ഓർത്തു അതിൻ്റെ ജനലായിരിക്കുമെന്ന്. പിന്നെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ മനസ്സിലായത് അത് എൻ്റെ കണ്ണാടിയായിരുന്നെന്ന്. കണ്ണാടിക്കുള്ളിൽ ഇപ്പോൾ ആരാ തട്ടുന്നത്? പ്രേതമാണെങ്കിലോ? ഹൊററാണ്. ഒരു 8 കൊടുക്കാം റേറ്റിംഗ്. 8. കാരണം എനിക്ക് അത്ര ഹൊററായിട്ട് തോന്നുന്നില്ല. കാരണം ഇതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നൊന്നുമില്ല സിറ്റുവേഷൻ ശരിക്കും അങ്ങോട്ട്. 8 കൊടുക്കാം. നമുക്ക് മൂന്നാം സ്റ്റോറിലോട്ട്. തേർഡ് സ്റ്റോറി. ഞാൻ അവസാനമായി അന്ന് കണ്ടത് എൻ്റെ അലാറത്തിലെ സമയമായിരുന്നു. സമയം 12:07. പെട്ടെന്നാണ് അവൾ ഒരു കുന്തം എൻ്റെ നെഞ്ചിലേക്ക് കുത്തി ഇറക്കിയത്. ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റു. അതൊരു സ്വപ്നമായിരുന്നു. പെട്ടെന്ന് അലാറം അടിച്ചു. സമയം 12:07. പെട്ടെന്ന് ഡോറിലൊരു തട്ട് കേട്ടു. അപ്പോൾ അദ്ദേഹം നടക്കാൻ പോകുന്നത് ഒരു സെക്കൻഡ് മുമ്പേ സ്വപ്നമായിട്ട് കണ്ടു. അങ്ങനെയാണ് കഥ ഡിസ്ക്രൈബ് ചെയ്യുന്ന സിറ്റുവേഷനെ. അപ്പോൾ നമുക്കിതൊരു നല്ല എക്സ്പീരിയൻസ് ആണ് വായിക്കുമ്പോൾ തന്നെ. നമുക്കൊരു 9 കൊടുക്കാം. 9 റേറ്റിംഗ് കൊടുക്കാം. അടുത്ത 4. ഇയാൾ വീട്ടിലോട് പറയുകയാണ്. അതായത് അദ്ദേഹം ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിക്കുന്നത്. അദ്ദേഹം തൻ്റെ വീട്ടിൽ ഡോറുകൾ തുറക്കുന്നതിനേക്കാൾ കൂടുതൽ അടച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഡോറ് തുറന്നാലേ അടയ്ക്കുള്ളൂ. അപ്പം തുറക്കുന്നതിന് ഈക്വലാണ് അടയ്ക്കുന്നത്. പക്ഷേ ഇദ്ദേഹം തുറന്നതിനേക്കാളും കൂടുതൽ ഇദ്ദേഹം അടച്ചിട്ടുണ്ടെന്ന്. അതിനർത്ഥം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പ്രേതങ്ങളാണ് ഡോറ് തുറന്നിടുന്നതെന്ന്. നല്ലൊരു സ്റ്റോറിയാണ്. നല്ല ഹൊറർ ഫീലുണ്ട്. നമുക്കൊരു 8 കൊടുക്കാം. റേറ്റിംഗ് 8. 8ൻ്റെ ആവശ്യമുള്ളതിന്. ഓക്കെ. നമുക്ക് 5ാമത്തെ സ്റ്റോറി ആക്കാം. ഇതൊരാൾ ഡിസ്ക്രൈബ് ചെയ്ത് ഒരു സെൽഫായിട്ട് സിറ്റുവേഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. ഞാൻ രാത്രി എഴുന്നേറ്റത് എൻ്റെ ഭാര്യ എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചപ്പോഴാണ്. അതാ വീടിനുള്ളിൽ ഒരു കള്ളൻ. അപ്പോഴാണ് മനസ്സിലായത് 2 വർഷം മുമ്പ് ഒരു കള്ളൻ്റെ ആക്രമണത്തിൽ എൻ്റെ ഭാര്യ മരണപ്പെട്ടിരുന്നു. അതായത് ഹസ്ബൻഡിനെ രക്ഷിക്കാൻ വേണ്ടി ഭാര്യ ആത്മാവായിട്ട് വന്നു, ഇദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു രാത്രിയിൽ. ഓക്കെ. നല്ലൊരു സ്റ്റോറിയാണ്. നല്ലൊരു മോറൽ ഇതിൻ്റെ അകത്തുണ്ട്. മോറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു 8 തന്നെ കൊടുത്തേക്കാം. 8 റേറ്റിംഗ്. അടുത്ത് 6ാമത്തെ സ്റ്റോറിയാണ്. എൻ്റെ പൂച്ച എപ്പോഴും എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ ഓർത്തു ഈ പൂച്ചയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന്. കാരണം എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ. പിന്നെയാണ് മനസ്സിലായത് ഇത് എന്നെയല്ല നോക്കുന്നത്, എൻ്റെ പുറകെ നിൽക്കുന്നത് മറ്റൊരാളെയാണ് നോക്കുന്നതെന്ന്. അപ്പോൾ പൂച്ചയ്ക്ക് പുള്ളിയേക്കാളും ബോധമുണ്ട് പുറകെ ആരും നിൽപ്പുണ്ടെങ്കിൽ. അപ്പോൾ പ്രേതമാണെന്ന് മനസ്സിലായി. കാരണം നമുക്കറിയില്ല ഈ പാരനോർമലായിട്ടുള്ള സാധനങ്ങളെ കാണാൻ മൃഗങ്ങൾക്കാണ് പറ്റുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സിനിമ കണ്ടിട്ട് കേട്ടിട്ടുള്ളതാണ്. അപ്പം ആ സെയിമാണ് അവിടെ അപ്ലൈ അയക്കുന്നത്. പൂച്ചയ്ക്ക് മനസ്സിലായി, പുറകെ പ്രേതമാണെന്ന് പുള്ളിക്ക് മനസ്സിലായില്ല. നല്ല സ്റ്റോറിയാണ്. 9 കൊടുക്കാം. 9 റേറ്റിംഗ് കൊടുക്കാം. ഇനി ലാസ്റ്റ് സ്റ്റോറി പറയാൻ ഫോണൊന്നും വേണ്ട. നമുക്കിങ്ങനെ പറഞ്ഞേക്കാം. ലാസ്റ്റ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ സ്റ്റോറിയാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരും അപ്രത്യക്ഷരായിരിക്കുന്നു. അവസാനത്തെ ഒരാൾ മാത്രം ഭൂമിയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ വീടിനുള്ളിൽ ഇരിക്കുകയാണ്. പെട്ടെന്നാണ് പുറത്തൊരു തട്ട് കേട്ടത്. ആരായിരിക്കാം? പ്രേതം. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഹൊറർ വീഡിയോസൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും ഇടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ ബൈ.